വിനീഷ്, നമുക്കറിയാം അടുത്തിടെ ഒരു കൊലപാതക കേസിൽ ഒരാളെ യുവാവിനെ കൊന്ന ശേഷം പ്രതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും, പിന്നീട് സുഖമായി ജീവിക്കാമെന്ന്. എനിക്ക് തോന്നുന്നു സാധാരണ പല കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഒരു കുറച്ച് നാൾ 12 വർഷം അല്ലെങ്കിൽ 14 വർഷം അതല്ലെങ്കിൽ 20 വർഷം. ഇവിടെ നേരത്തെ വിനീഷ് സൂചിപ്പിച്ച പോലെ സന്ദീപിന് പരമാവധി അങ്ങേയറ്റം പോയാൽ 33 വർഷം, അതിനുശേഷം പുറത്തിറങ്ങാൻ. ജയിലിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് സുഖജീവിതമാണ്. അവിടുത്തെ ഭക്ഷണക്രമമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കാണും. അപ്പോൾ ഇനി അങ്ങോട്ട് സുഖിക്കാൻ വേണ്ടിയാണ് പലരും പോകുന്നത്. ഈ കൊല്ലത്ത് തന്നെ വിനീഷ് തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട്. അതായത് കുറച്ച് നാൾ ജയിലിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് സുഖിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് ഒരു ബോംബ് ഭീഷണി മുഴക്കി അങ്ങനെ ജയിലിൽ പോയ ഒരാളുടെ കഥ ഈ അടുത്ത ദിവസം തന്നെ വിനീഷ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു കൊല്ലത്ത് നിന്ന്. അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഇതുപോലെയുള്ള കൊടും കുറ്റവാളികൾ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു ശക്തമായ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ശക്തമായി ഇടപെട്ട് കഴിഞ്ഞാൽ, ഇതുപോലെ കൊടും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയും കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മുടെ കോടതികൾ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇതുപോലെ ചിന്തിക്കുന്നതെന്ന കാര്യമാണ് പലപ്പോഴും നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്, വേദനിപ്പിക്കുന്നത്. പക്ഷെ മറുവശം ചിന്തിച്ചു നോക്കിയാൽ ഗ്രീഷ്മയുടെ കേസ്, അതായത് ഷാരോൺ എന്ന ചെറുപ്പക്കാരനെ ആ പ്രണയബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച നീതിപീഠമാണിവിടെ. അവിടെയാണ് മറ്റൊരു ഒരു യുവതിയെ, ഒരു യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ. നമ്മുടെ എങ്ങനെയാണ് ഈ അഭിഭാഷകരൊക്കെ ഈ വിധിയെ കാണുന്നത്? എങ്ങനെയാണ് വിലയിരുത്തൽ? ടോം, നമുക്കറിയാം പ്രതിഭാഗം വക്കീല് ചില ബുദ്ധി ഇതിൽ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ വിചാരണ കാലയളവിൽ തന്നെ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പല പഴുതുകളും ഇതിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ പഴുതുകളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ മുന്നമേ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നമേ മനസ്സിലാക്കി പഴുതുകൾ അടച്ച് ഉള്ള ഒരു കുറ്റപത്രം അടക്കമാണ് ഇതിൽ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ടോം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളൊരു പോയിന്റാണ്, ഈ പ്രതി മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല നാടകങ്ങളും നടത്തിയിരുന്നു എന്നാണ് നമുക്കറിയാം. ഈ കൃത്യം നടന്നതിന് ശേഷം പ്രതിയെ കൊട്ടാരക്കര പോലീസാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ പോലും ഇയാൾ മാനസിക വിഭ്രാന്തിയുള്ള ആളെ പോലെയാണ് പെരുമാറിയത്. അവസാനം ഇയാളെ അവിടെ നിന്നും പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്കായിട്ടൊക്കെ പിന്നീട് കൊണ്ടുവരുമ്പോഴെല്ലാം ഇയാൾ ശരിക്കും മാനസിക രോഗി എന്ന രീതിയിൽ തന്നെയാണ് ഇയാളുടെ പെരുമാറ്റങ്ങളെല്ലാം. പക്ഷേ ഇതെല്ലാം ഇയാളുടെ ഒരു തന്ത്രമായിരുന്നു. കാരണം ഇയാൾ സ്വഭാവത്തിലല്ല ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയാണ് ചിട്ടയായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ, പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിൽ ഇയാൾക്ക് ഇപ്പോൾ ശിക്ഷ ലഭ്യമായിരിക്കുന്നത്. ടോം, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ഉള്ള ഈ പ്രതിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇയാളെ ജീവിക്കാൻ അനുവദിക്കരുത്, തൂക്കുകയർ തന്നെ നൽകണം എന്നൊക്കെ വലിയ. പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ ചില നിയമ സംവിധാനങ്ങളുണ്ട്. ഈ നിയമത്തിന് അടിസ്ഥാനമായിട്ടാണ് കാര്യങ്ങളെല്ലാം തന്നെ നടന്നു പോകുന്നതും. എന്തായാലും ഇനി മേൽക്കോടതിയിൽ സമീപിക്കുമ്പോൾ എങ്ങനെയാകും ഈ കോടതിയെ, ഈ കേസിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ഈ പരമാവധി ശിക്ഷ തന്നെ ലഭ്യമാകണം എന്നാണ് പറഞ്ഞത്. ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ ഈ പ്രതിക്ക് ലഭ്യമായിട്ടുള്ളതും. ഇയാളുടെ മനോനില പരിശോധിക്കുന്ന തരത്തിലുള്ള പരിശോധനകളെല്ലാം തന്നെ മെഡിക്കൽ റിപ്പോർട്ട് അടക്കമുണ്ടായിരുന്നു. തിരുവനന്തപുരത്താണ് അവിടെ നിന്നും വിദഗ്ധ സംഘം ജയിലിലെത്തുകയും ഇയാളെ കൗൺസിലിംഗ് നടത്തുകയൊക്കെ ചെയ്തു. അപ്പോഴെല്ലാം ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള മാനസിക വിഭ്രാന്തിയുള്ള ആളല്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇയാൾ ചില ലഹരിക്കടിമയായിരുന്നു. ലഹരി ഉപയോഗം ഇയാളെ ചില ഭ്രാന്തനെ പോലെ ആക്കുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്നെല്ലാം നമുക്ക് ആദ്യം തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്നത്. ഇയാളുടെ ഫാമിലി അടക്കം ഇയാൾക്കെതിരെ മൊഴി നൽകിയ സാഹചര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കോടതി കൃത്യമായി പരിശോധിച്ചു. അതുപോലെ തന്നെ ഈ വന്ദനദാസിൻ്റെ നോടൊപ്പം
ഡോക്ടർ ഉണ്ടായിരുന്നു, ഡ്യൂട്ടി ചെയ്തൊരു ഡോക്ടറെ ദൃക്സാക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ മൊഴി വളരെ നിർണായകമായിരുന്നു. അതുപോലെ തന്നെ ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറുടെ മൊഴി വളരെ നിർണായകമായിരുന്നു. അതുപോലെ റിസപ്ഷനിസ്റ്റുകളായ 2 വനിതകളുണ്ടായിരുന്നു, അവരെ വിസ്തരിച്ചു. ഇതിനെല്ലാം കൃത്യമായുള്ള തെളിവുകൾ കോടതിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടോം ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വീണ്ടും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ആദ്യം മുതലേ പറയുന്നൊരു കാര്യമാണ്, അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷനും അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ന് കോടതി കൃത്യമായി നിരീക്ഷിച്ചത് ഈ കൃത്യം നടന്നപ്പോൾ ഈ പ്രതിക്ക് ഈ വന്ദനാദാസുമായിട്ട് മുൻപരിചയമില്ല, മുൻവിരോധമില്ല. അത്തരം സാഹചര്യം നിലനിൽക്കെ ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് കാണാൻ കഴിയില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 302 പ്രകാരം ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ടോം, യെസ്, വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലാണ് പ്രതി സന്ദീപിന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ കഴിയില്ലെന്നായിരുന്നു കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. എന്തായാലും വിധിയിൽ ആശ്വാസമെന്ന് പറയുമ്പോഴും പൂർണ്ണമായും തൃപ്തരല്ല വന്ദനയുടെ കുടുംബം. മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.